അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നല്ല സ്ട്രോങ് ചായയും കല്ലുമ്മക്കായും നമ്മുടെ തലശ്ശേരിക്കാരുടെ പ്രത്യേക ഒരു വികാരമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പുഴുങ്ങലരിയാണ്. അത് നമ്മുടെ ആവശ്യാനുസരണം എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 2 കപ്പ് പുഴുങ്ങലരി തലേ ദിവസം നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. നമ്മൾ ചോറുണ്ടാക്കുന്ന സാധാ വെള്ളരി. അതിലേക്ക് ഞാൻ 1 മുറി തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഈ വലിയ ജീരകയിലെ ഈ പച്ചക്കളർ വലിയ ജീരകം അതുകൂടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഓപ്ഷണലാണ്, എനിക്കിങ്ങനെ കളർഫുള്ളായിട്ടാണ് കേട്ടോ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിത് 2 ബാച്ചായിട്ടാണ് കേട്ടോ അരക്കുന്നത്. ഇത് കുറച്ച് കൂടുതൽ അരിയുള്ളതുകൊണ്ട് തന്നെ ഒരുമിച്ചിടുന്നില്ല. പിന്നെ ഇതിന് വെള്ളത്തിനും അളവൊന്നുമില്ല, അത്യാവശ്യം കൂടുതൽ വെള്ളം തന്നെ ഒഴിച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ അരക്കുന്നത്. പിന്നെ അതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് തരിയായിട്ട് വേണം നമുക്കിതിൻ്റെ അരി അരച്ചെടുക്കാൻ. അപ്പോൾ ഈ ഒരു ലൂസിലാണ് കേട്ടോ ഞാൻ അരച്ചിട്ടുള്ളത്. കാരണം ഇതിൽ അരിപ്പൊടി ചേർത്തിട്ട് നമ്മുടെ ആവശ്യത്തിന് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ശേഷം നല്ലൊരു കയ്യിൽ കിട്ടുന്ന കൺസിസ്റ്റൻസിയിൽ അത് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം കൂടുതൽ ഉപ്പന്നെ ഇട്ടിട്ട് വീണ്ടും അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ബാക്കി കൂടി. കാരണം അരിപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ അത്യാവശ്യം ഉപ്പ് വേണ്ടി വരും. അപ്പോൾ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ള ആമീസിൻ്റെ പത്തിരിപ്പൊടിയാണ് കേട്ടോ. ആമീസിൻ്റെ പത്തിരിപ്പൊടി തന്നെ എടുക്കാൻ ശ്രമിക്കുക, കാരണം നല്ല സോഫ്റ്റ് ആയിരിക്കും. ശേഷം നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് ഞാൻ അളവൊന്നും പറയുന്നില്ല, കാരണം ഇങ്ങനെ കുഴച്ചിട്ട് നമുക്കൊരു മനസ്സിലാവും. ഇതിങ്ങനെ കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ നമുക്കിതിൻ്റെ പാകം മനസ്സിലാവും. ഈ ഒരു പാകമാകുന്ന വരെ നമ്മൾ പൊടി ചേർത്തിട്ട് കുഴച്ച് കൊടുക്കുക. അഥവാ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ലൂസാക്കി കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതിൽ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യം എൻ്റെ അടുത്ത് വിട്ടുപോയതായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ കറിവേപ്പില നന്നായിട്ട് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുകൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ നമ്മുടെ കല്ലുമ്മക്കായി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഞാനിങ്ങനെ ഒരു അരിപ്പ പാത്രത്തിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുത്തതാണ്. കാരണം ഇതിലൊരു ലിക്വിഡ് പോലത്തെ ഒരു വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ കമിഴ്ത്തി വെച്ചാൽ ആ വെള്ളം അതിലേക്ക് ഊർന്നിട്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായിലേക്ക് ഇങ്ങനെ ഒരു പിടി അരിയുടെ മാവ് എടുത്ത് ഇങ്ങനെ ഒരു ബോൾ പോലെ ആക്കി ഒരു പിടി പോലെ ആക്കിയിട്ട് നമ്മളിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തുറന്ന് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ശേഷം ഒന്ന് പ്രസ് ചെയ്തൊന്ന് ക്ലോസ് ആക്കുക കേട്ടോ. എന്നിട്ട് ഒരുപാട് അരി ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം ഇതിന് പ്രത്യേകിച്ച് ഇവിടുത്തെ കല്ലുമ്മക്കായിൽ ഇറച്ചി കുറവാണ്, നാട്ടിലത്തെ പോലെയല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് കുത്തി നിറക്കേണ്ട ആവശ്യമില്ല. ഒരു അത്യാവശ്യം ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ നല്ല നീറ്റിൽ വേണം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഇത് ഞാനിവിടുന്ന് കഴിഞ്ഞ ദിവസം സഫാരിയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല അടിപൊളി കല്ലുമ്മക്കായായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ കല്ലുമ്മക്കായിലും നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഓവറായിട്ടല്ലാണ്ട് ആവശ്യത്തിന് മാത്രം അരി ഫില്ല് ചെയ്ത് കൊടുക്കാം. ശേഷം എല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. കണ്ടില്ല, നല്ല ഭംഗിയിൽ ഞാനിത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാം. അതിനായിട്ടുള്ള സെറ്റപ്പൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ചൂടായി ഇതിൻ്റെ മേലെ എല്ലാ കല്ലുമ്മക്കായും ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുകയാണ്. ശേഷം ഇതൊരു 20 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് നല്ലൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷെല്ലിൽ നിന്ന് ഇങ്ങനെ വിട്ട് വന്നിട്ടൊക്കെ ഉണ്ട്. ആ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറുന്ന വരെ ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് തന്നെയാണ് ഞാൻ വെക്കുന്നത്. ഈ ആവിയൊക്കെ പോയി നന്നായിട്ടൊന്ന് ചൂടാറണം. ശേഷം നമുക്കിത് ഷെല്ലിൽ നിന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചൂടൊക്കെ ആറിയതിന് ശേഷം ഞാനിത് ഷെല്ലിൽ നിന്ന് റിമൂവ് ചെയ്യാണ്. അപ്പോൾ ഇത് അധികം ആൾക്കാരൊന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവും. പതുക്കെ വേണം നമ്മളിത് ഷെല്ലിൽ നിന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാൻ. കാരണം ഇതിൽ ആകെ തന്നെ അത്രയും ഇറച്ചിയൊക്കെ ഉള്ളൂ, ഇതിൻ്റെ മീറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് പതുക്കെ നമ്മൾ ഇതുപോലെ ഷെല്ലിൽ നിന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇനി ചിലതൊക്കെ ഇതിൻ്റെ ഷെല്ലിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിന്നിട്ടുണ്ടാവും. അത് നമ്മൾ റിമൂവ് ചെയ്ത് ഒരു ഷെല്ലെടുത്ത് ഇങ്ങനെ ചുരുണ്ടി കൊടുക്കുമ്പോൾ ആക്കിയാൽ പെട്ടെന്ന് റിമൂവ് ആയി കിട്ടും കേട്ടോ. അതുപോലെ എല്ലാം നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഷെല്ലിൽ നിന്ന് റിമൂവ് ചെയ്ത് ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മസാല ഉണ്ടാക്കണം.
അപ്പോൾ നമുക്കൊരു മസാല ഉണ്ടാക്കാം. അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അത്യാവശ്യം വലിയൊരു സ്പൂണ് ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വെള്ളം കൂടി ചേർത്ത് ഈ ഒരു പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. ഈ ഒരു ലൂസിൽ വേണം നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ. അധികം ടൈറ്റ് ആയാൽ അതൊരു ഒട്ടി നിൽക്കും പോലെ ഉണ്ടാകും. ഈ ഒരു ലൂസിലാകുമ്പോൾ എല്ലായിടത്തും മസാലയൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ ഒരു പകുതി ഞാൻ ഫസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ബാക്കി കൂടിയിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു 1/2 മണിക്കൂർ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതിൽ കൂടുതൽ സമയം വെച്ചാൽ അതിലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഒരു പാൻ വെച്ച് കൊടുത്ത് അത് ചൂടായതിന് ശേഷം ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഡീപ്പ് ഫ്രൈൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് കുക്കായതല്ലേ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഫ്രൈ ആവേണ്ട ആവശ്യമേ ഉള്ളൂ. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല. നോക്കി ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാൻ ഒരുപാട് ഓയിലൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. ശേഷം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഓയിൽ സ്പ്രെഡ് ആവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലായിടത്തും സ്പ്രെഡ് ആവും കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഫ്രൈ ആവും കേട്ടോ. ഇനി അപ്പുറത്തെ സൈഡ് കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടിപൊളി റെസിപ്പീസും ഔട്ട്ഡോർ വ്ളോഗ്സൊക്കെ ഉണ്ട് എൻ്റെ ചാനലിൽ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായയുടെ ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ല അടിപൊളി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാനിതെല്ലാം കോരി മാറ്റി ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റാണ്. ഇനി നോമ്പൊക്കെ വരികയാണ്. നോമ്പിനൊക്കെ എന്തായാലും ട്രൈ ചെയ്യണം എല്ലാവരും. ഇത്രേ പണിയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫാമിലിയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്